സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് അപൂർവ ഭാഗ്യവുമായി ഗജകേസരി യോഗം ഭാഗ്യദേവത അനുഗ്രഹിക്കുന്നത് 3 രാശികളെയാണ്. ഏതൊക്കെ രാശികളാണ് എന്ന് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. ദേവഗുരു എന്നറിയപ്പെടുന്ന ഗ്രഹമായ വ്യാഴം വർഷത്തിലൊരിക്കലാണ് രാശി മാറുന്നത്. ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന എന്നാണ് വ്യാഴം അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ വ്യാഴത്തിന്റെ രാശിമാറ്റം ആളുകളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട്. നിലവിൽ വ്യാഴം ഇടവരാശിയിലാണ് ഉള്ളത്. പൊതുവെ എല്ലാ രാശികൾക്കും ഗുണകരമായ ഒരു ഗ്രഹനിലയാണിത്. ഈ രാശിയിൽ വച്ച് വ്യാഴവുമായി മറ്റ് ഗ്രഹങ്ങളുടെ സംയോഗം ഉണ്ടാകുന്നതിലൂടെ ശുഭകരവും അശുഭകരവുമായ നിരവധി യോഗങ്ങൾ രൂപപ്പെടുന്നു. അതിലൊന്നാണ് ഗജകേസരി യോഗം. ആളുകൾക്ക് അപൂർവ സൗഭാഗ്യങ്ങൾ നൽകുന്ന ഒരു രാജയോഗമാണ് ഗജകേസരി യോഗം. അത് ജൂൺ മാസത്തിന്റെ പകുതി, മിഥുന മാസത്തിന്റെ ആരംഭം അടുത്ത ശനിയാഴ്ചയോട് 1-ാം തീയതി വരികയാണ് അല്ലെ. അപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ രാജയോഗം ചില രാശികൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ നൽകും. വ്യാഴം പ്രബലനായിരിക്കുമ്പോൾ പാപഗ്രഹങ്ങളുമായുള്ള സംയോഗമോ അവയുടെ ദൃഷ്ടിയിൽ വരുന്ന സ്ഥിതിയോ ഉണ്ടാകാറില്ല. ഗജകേസരി യോഗം രൂപപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എല്ലാ രാശികൾക്കും ഗുണഫലങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് ജാതകത്തിൽ ഈ ഗജകേസരി യോഗം ഉള്ള ആളുകൾക്ക് വാഹനമോ പ്രോപ്പർട്ടിയോ ഒക്കെ വാങ്ങാൻ സാധിക്കും. വിവാഹ ജീവിതത്തിലെ സംതൃപ്തി, വിദേശയാത്രാ യോഗം, ബിസിനസ് തുടങ്ങാനുള്ള അവസരം, യാത്രകൾ തുടങ്ങാനുള്ള അവസരം, സർക്കാർ ജോലി എന്നിവയ്ക്കെല്ലാം തന്നെ യോഗമുണ്ടാകും. ഗജകേസരി യോഗത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ പോകുന്ന 3 രാശികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് മേടം രാശിയാണ്. മേടം രാശിയുടെ 2-ാം ഭാവത്തിൽ, അതായത് ധനഭാവത്തിലാണ് വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും ഒക്കെ സംയോഗം ഉണ്ടാകുന്നത്. ഗജകേസരി യോഗം ഇവർക്ക് ജീവിതത്തിൽ സവിശേഷമായ സൗഭാഗ്യങ്ങൾ നൽകും. ഏറെക്കാലമായി ചെയ്തു തീർക്കാനിരുന്ന ജോലികളൊക്കെ പൂർത്തിയാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കൂടുതൽ പണം ഉണ്ടാക്കുമെന്ന ചിന്തയും അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഇതിലൂടെ സമ്പാദ്യം വളരും. കടം കൊടുത്തതോ തിരികെ കിട്ടാനുള്ളതോ ആയ പണം തിരിച്ചു ലഭിക്കും. മനഃശാന്തി ഉണ്ടാകും. പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകും. കുടുംബാന്തരീക്ഷവും സമാധാനപൂർവ്വം പ്രസന്നവുമാകും. വ്യാഴത്തിന്റെ അനുഗ്രഹം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുവരും. ധർമ്മം, ആധ്യാത്മികം തുടങ്ങിയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ആകസ്മിക ധനലാഭം ഒക്കെ ഉണ്ടാകും. അടുത്ത രാശി തുലാം രാശിയാണ്. തുലാം രാശിയുടെ 8-ാം ഭാവത്തില് വ്യാഴത്തിന്റെ ചന്ദ്രന്റെ സമാഗമം സംഭവിക്കുന്നു. ഇതിലൂടെ തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവപ്പെടും. ഏറെക്കാലമായി മാറ്റിവെച്ചിരുന്ന ജോലികൾ പൂർത്തീകരിക്കും. വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ദുഷ്ടശക്തികളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നൊക്കെ വെല്ലുവിളികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. ഏറെക്കാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും സമാധാനം ഉണ്ടാവുകയും ചെയ്യും. കുടുംബാന്തരീക്ഷം സമാധാനപൂർണ്ണമാകും. കുടുംബസ്വത്ത് ലഭിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ വാഹനങ്ങളോ ഒക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യും. കന്നിരാശിയാണ്. കന്നിരാശിക്കാരുടെ 9-ാം ഭാവത്തിൽ, അതായത് ഭാഗ്യവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ചന്ദ്രനും വ്യാഴവും സമാഗമിക്കുന്നത്. അതിനാൽ തന്നെ ഈ കാലയളവിൽ എല്ലാ കാര്യങ്ങളും ഭാഗ്യത്തിന്റെ തുണയുണ്ടാകുമെന്ന് മാത്രമല്ല, ഗജകേസരി യോഗം ജീവിതത്തിൽ പല അത്ഭുതങ്ങളും കാണിക്കും. പുതിയ ജോലി, ബിസിനസ്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആരംഭിക്കുന്നതിന് അത്യന്തം ശുഭകരമായ സമയമാണിത്. വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടായാൽ എല്ലാ കർമ്മബന്ധങ്ങളിലും സഫലതയുണ്ടാകും. പ്രശസ്തിയും സമ്പത്തും തേടിയെത്തും. ഭൗതിക സുഖ സൗകര്യങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. അവിവാഹിതർക്ക് വിവാഹത്തിനും വിവാഹത്തോടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളൊക്കെ ദർശിക്കാൻ ഭാഗ്യമുണ്ടാകും. ഇഷ്ടമില്ലാത്ത ജോലികളിൽ നിന്നൊക്കെ മാറ്റം ലഭിക്കും. അപ്പോൾ ഈ 3 രാശികളിലാണ് ഗജകേസരി യോഗം വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.